ഇവിടെ നോക്കൂ, ഇതാണ് പ്രതി. രാമായണത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചവള്, ഒരു നാടിന്റെ ഐശ്വര്യം മുഴുവൻ ഇല്ലാണ്ടാക്കിയവള്, ദശരഥന്റെ മരണത്തിനെ എരന്ന് വാങ്ങിയവള്, രാമനെ 14 വർഷം കാട്ടിലേക്ക് അയച്ചവള്, അയോധ്യയുടെ ശാപം മന്ധര. നമ്മൾ തലമുറകളായി മന്ധരയെ ശപിക്കുകയാണ്, വെറുക്കുകയാണ്, പെരുങ്കള്ളി, കൂനി എന്നൊക്കെ വിളിച്ച് അകറ്റി നിർത്തുകയാണ്. എന്നാലേ ഈ പ്രതിക്കൂട്ടിൽ നിന്ന് ഒന്ന് ഇറക്കി നിർത്തിയിട്ട് ഒന്ന് അനുകമ്പയോടെ മന്ധരെ ഒന്ന് നോക്കൂ. മന്ധരെ നമ്മൾ വില്ലത്തി മാത്രമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാ? നമ്മള് രാമന്റെ സൈഡിൽ നിന്നിട്ടാണ് ചിന്തിക്കണത്. എന്നാ മന്ധരയോ? മന്ധര കൈകേയിയുടെ പക്ഷത്താണ്. പണ്ട് കുഞ്ഞു പ്രായത്തില് കൈകേയിയെ ദശരഥൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോ കൂടെ തോഴിയായിട്ട് വന്നവളാണ് മന്ധര. അതായത് കൈകേയിയുടെ ജനനം മുതൽ മന്ധര കൂടെയുണ്ട്. തന്റെ മകളെ പോലെയാണ് കൈകേയി മന്ധരയ്ക്ക്. കൊട്ടാരത്തിന്റെ അധികാര ചരടുവലികൾക്കിടയിൽ തന്റെ കുട്ടി പെട്ടുപോകരുത് എന്ന് മാത്രമായിരുന്നു മന്ധരയുടെ ആഗ്രഹം. പണ്ട് കൈകേയിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ദശരഥൻ കേകയ രാജാവിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവളില് എനിക്കുണ്ടാവുന്ന പുത്രനുള്ളതാണ് സിംഹാസനം എന്ന്. ഈ വാഗ്ദാനമൊക്കെ കാറ്റിൽ പറത്തിയിട്ടല്ലേ പിന്നീട് രാമന് പട്ടാഭിഷേകം തീരുമാനിക്കണത് ദശരഥൻ. അപ്പൊ കൈകേയി മെനഞ്ഞത് കള്ളക്കഥയല്ല. ലംഘിക്കപ്പെട്ട ഈ സത്യത്തിനെ കൈകേയിക്ക് മുന്നിൽ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. തന്റെ കുട്ടിക്ക് ഇവിടെ അവകാശവും അധികാരവും ലംഘിക്കുകയാണ് ദശരഥൻ. അത് നോക്കി മിണ്ടാതിരിക്കാൻ മന്ധരയ്ക്ക് സാധിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നാളെ രാവിലെ രാമന് പട്ടാഭിഷേകം. പിന്നെ രാജമാതാവ് ആരാ? കൗസല്യാണ്. അധികാരവും അവകാശവും ഒക്കെ കൗസല്യക്കുള്ളതാണ്. അപ്പോ കൈകേയിയുടെ അവസ്ഥ എന്താ? ഭരതന്റെ അവസ്ഥ എന്താ? മന്ധരയ്ക്ക് രാമൻ ദൈവമൊന്നുമല്ല, തന്റെ കുട്ടികൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന വെറും ഒരു രാജകുമാരനാണ്. ഒരമ്മ സ്വന്തം കുട്ടിക്ക് വേണ്ടി പോരാടുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? കൈകേയിക്കും ബുദ്ധിയില്ലേ? വരം ചോദിക്കുമായിരുന്നില്ലേ? അല്ലെങ്കിൽ ദശരഥന് നോ പറയായിരുന്നില്ലേ? എന്നിട്ട് എല്ലാ പഴിയും മന്ധരയ്ക്ക് മാത്രം. അല്ലെങ്കിലും ദൈവങ്ങളുടെയും രാജാക്കന്മാരുടെയും സൗന്ദര്യമുള്ളവരുടെയും ഒക്കെ വാക്ക് മാത്രമേ എന്നും എല്ലാവരും കേൾക്കാറുള്ളൂ. പുറമ്പോക്കായി നിൽക്കുന്ന മന്ധരയെ പോലുള്ളവരെ പ്രതിക്കൂട്ടിൽ കയറ്റുകയും ചെയ്യും. സോ മന്ധരെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ എതിർത്തിട്ടും താൻ സ്നേഹിച്ച ആൾക്ക് വേണ്ടി ശക്തമായി നിൽക്കുന്ന ഒരാളുടെ സ്നേഹത്തെ നിങ്ങൾ കാണുന്നില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ പറയൂ, ആരെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്? മന്ധരയാണോ അതോ സ്വന്തം വാക്കൊക്കെ തെറ്റിച്ച് സ്വാർത്ഥതയ്ക്ക് വേണ്ടി മന്ധരയെ കരുവാക്കിയ രാജവംശത്തിനെയാണോ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്?